Good morning students. Welcome to the part 2 of business research methods. ഇന്ന് നമ്മൾ മൊഡ്യൂൾ 2 ആണ് ഡിസ്കസ് ചെയ്യുന്നത്, വിച്ച് ഈസ് റിസർച്ച് ഡിസൈൻ. ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ ബിസിനസ് റിസർച്ച് എന്താണ്, അതിൽ തിയറി ബിൽഡിംഗ്, അതിൻ്റെ വെരി ബേസിക് കോൺസെപ്റ്റുകൾ, ടൈപ്സ് ഓഫ് റിസർച്ച്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ആക്ച്വൽ റിസർച്ച് ബിഗിൻ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് അതിൽ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പണൻ്റ് ആണ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞാൽ പ്ലാൻ ഓർ ബ്ലൂ പ്രിൻറ്റ്. നമ്മൾ ആക്ച്വൽ റിസർച്ച് ചെയ്യുന്നതിന് മുന്നേ, ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നതിന് മുന്നേ അതിൻ്റെ ഒരു ബ്ലൂ പ്രിൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ പ്രിപ്പയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. ദാറ്റ് ഗൈഡ്സ് ദ എൻറ്റയർ റിസർച്ച് പ്രോസസ് ഫ്രം സ്റ്റാർട്ട് ടു ഫിനിഷ്. നമ്മൾ റിസർച്ച് സ്റ്റാർട്ട് ചെയ്തത് മുതൽ അതിൻ്റെ റിസർച്ച് റിപ്പോർട്ട് വരെ എങ്ങനെയാണ് ആക്ഷൻസിനെ ഗൈഡ് ചെയ്യേണ്ടത്, എന്തൊക്കെ നമ്മൾ ചെയ്യണം, ഇത്തരത്തിലുള്ള ഒരു മിനിയേച്ചർ ബ്ലൂ പ്രിൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. ദെൻ വാട്ട് ആർ ദ നീഡ്സ് ഓഫ് റിസർച്ച് ഡിസൈൻ, ഫോർ വാട്ട് പേർപ്പസ് വി ആർ ക്രിയേറ്റിംഗ് എ റിസർച്ച് ഡിസൈൻ. ആക്ച്വൽ റിസർച്ച് ചെയ്യുന്നതിന് മുന്നേ എന്തിനാണ് ഇങ്ങനെ ഒരു ഡിസൈൻ ചെയ്യേണ്ട കാര്യം എന്നുള്ളതാണ് അതിൽ പറയുന്നത്. ആക്ട് ആസ് എ സ്ട്രക്ചർ ഓഫ് റിസർച്ച്. നമുക്കൊരു കംപ്ലീറ്റ് പ്ലാൻ ഓഫ് ആക്ഷൻ എവിടെ നിന്ന് കിട്ടും, റിസർച്ച് ഡിസൈനിന്ന് കിട്ടും. ക്ലിയർ ഡയറക്ഷൻ ടു ദ സ്റ്റഡി. ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും നമ്മൾ നെക്സ്റ്റ് സ്റ്റേജ്, വാട്ട് വുഡ് ബി ദ നെക്സ്റ്റ് സ്റ്റേജ്, സോ ആൻഡ് വാട്ട് ആർ ദ ഡൂസ് ആൻഡ് ഡോൺസ് വൈൽ ഡൂയിങ് എ റിസർച്ച്. ഇത്തരത്തിൽ നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ളൊരു പാത്ത് കിട്ടും. ഹെൽപ്സ് ഇൻ ഐഡൻറ്റിഫൈങ് ആൻഡ് കറക്റ്റിംഗ് ഡീവിയേഷൻസ്. നമ്മളൊരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ആദ്യം സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ അതിന് എന്തെങ്കിലും ഡീവിയേഷൻസ് വന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് പ്രോപ്പർലി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഡിറ്റക്റ്റ് പോസിബിൾ പ്രോബ്ലംസ് ഏർലി. പോസിബിളായിട്ട് ഒരു റിസർച്ചിൽ സാധ്യതയുള്ള പ്രോബ്ലത്തിന് അത് അനലൈസ് ചെയ്യുന്നുണ്ട്, ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ആൻഡ് കോമ്പണൻസ് ഓഫ് ഗുഡ് റിസർച്ച് ഡിസൈൻ. ഒരു നല്ല റിസർച്ച് ഡിസൈനിൻ്റെ എന്തൊക്കെ കോമ്പണൻസ് ആണ് ഉള്ളത് നോക്കാം. നീഡ് ഫോർ ദ സ്റ്റഡി. ദ റിസർച്ചർ, വൈ ദ റിസർച്ചർ ഈസ് ഡൂയിങ് ദാറ്റ് പ്രൊജക്റ്റ്. എന്തുകൊണ്ടാണ്, എന്ത് പേർപ്പസിന് അല്ലെങ്കിൽ നീഡ് എന്താണ് എന്നുള്ളത് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ലിറ്ററേച്ചർ റിവ്യൂ. ലിറ്ററേച്ചർ റിവ്യൂ നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മുടെ സിമിലർ ഏരിയാസിലൊക്കെ പ്രീവിയസ്ലി നടന്നിട്ടുള്ള സ്റ്റഡീസിനെ നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരിക്കണം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോബ്ലം. നമ്മൾ മിയറായിട്ട് ഒരു ഇഷ്യൂ പറയുന്ന പോലെ അല്ലെങ്കിൽ സിമ്പിളായിട്ട് നോർമൽ ഒരു ഇഷ്യൂ പറയുന്ന പോലെയല്ല, ഒരു പ്രൊജക്റ്റിൻ്റെ പ്രോബ്ലം ഡിഫൈൻ ചെയ്യുമ്പോൾ അതിനൊരു കറക്റ്റ് ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ മെത്തേഡ് ഉണ്ട്. ക്ലിയർലി മെൻഷൻസ് ദ റിസർച്ച് ടോപ്പിക് ഓർ ടൈറ്റിൽ. അതൊരു ടൈറ്റിൽ ഫോർമാറ്റിൽ, ഒരു റിസർച്ച് പ്രോബ്ലം ഫോർമാറ്റിലായിരിക്കണം നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കേണ്ടത്. റിസർച്ച് ഒബ്ജക്റ്റീവ്സ്. വാട്ട് ദ സ്റ്റഡി എയിം ടു അച്ചീവ്. നമ്മളൊരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കാണാനായിരിക്കാം, അതല്ലെങ്കിൽ ഒരു കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻ കാണാൻ വേണ്ടിയിട്ടായിരിക്കാം, അതല്ലെങ്കിൽ ഒരു ഏരിയയിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാവാം, അല്ലെങ്കിൽ ഒരു ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡി ആയിരിക്കാം. സോ വാട്ട് ഈസ് ദ റിസർച്ച് ഒബ്ജക്റ്റീവ്, എന്തിനാ, ഫോർ വാട്ട് പേർപ്പസ് വി ആർ ഡൂയിങ് ദറ്റ് റിസർച്ച്, അത് നമ്മൾ പ്രോപ്പർലി ചെയ്തിട്ടുണ്ടായിരിക്കണം. ഹൈപ്പോത്തസിസ് ഫോർമുലേഷൻ. ദ പ്രഡിക്ഷൻസ് ഓർ അസംഷൻസ് അപ്പോൺ വിച്ച് ദ റിസൾട്ട് ഈസ് ബിൽറ്റ്. നമ്മളൊരു നള്ളായിട്ടും ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഹൈപ്പോത്തസിസ് നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓപ്പറേഷണൽ ഡെഫിനിഷൻ. മീനിങ് ഓഫ് ദി കീ ടേംസ് ആൻഡ് കോൺസെപ്റ്റ്സ്. നമ്മളതിൽ യൂസ് ചെയ്തിട്ടുള്ള മീനിങ്സും കീ ടേംസിൻ്റെയൊക്കെ മീനിങ്സും കാര്യങ്ങളൊക്കെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. സ്കോപ്പ് ഓഫ് ദി സ്റ്റഡി. നമ്മളിപ്പോൾ ജിയോഗ്രഫിക്കൽ ഏരിയ കവർ ചെയ്യുന്നത്, കണ്ടൻറ്റ്, ടോപ്പിക് ഏരിയാസ്, ടൈം പീരീഡ്, ഇതൊക്കെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. സോഴ്സസ് ഓഫ് ഡേറ്റ. പ്രൈമറി ഡേറ്റാസ് ഉണ്ടാവും, ഫസ്റ്റ് ഹാൻഡ് ഡേറ്റ, സെക്കൻഡറി ഡേറ്റാസ് ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ബുക്സൊക്കെ പോലത്തെ സോഴ്സസ് നിന്ന് എടുക്കുന്ന. മെത്തേഡ് ഓഫ് ഡേറ്റ കളക്ഷൻ. നമ്മൾ ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്, സെൻസസ് മെത്തേഡാണോ സാമ്പിളിംഗ് മെത്തേഡാണോ എന്നൊക്കെ ഉള്ളത് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ടൂൾസ് ആൻഡ് ടെക്നിക്സ്. ഏതൊക്കെ ടൂൾസും ടെക്നിക്സും യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ റിസർച്ച് ചെയ്യുന്നത്, അനാലിസിസും ഇൻ്റർപ്രിട്ടേഷനൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. സാമ്പിളിംഗ് ഡിസൈൻ. സാമ്പിളിംഗ് യൂണിറ്റ്, മെത്തേഡ്, സാമ്പിൾ സൈസ്. നമ്മൾ എടുക്കുന്നത് ഇപ്പം 30 ആണോ 50 ആണോ, എത്ര സാമ്പിൾസിനെയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്, ആ 50 സാമ്പിൾസിനെ അല്ലെങ്കിൽ 30 സാമ്പിൾസിനെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ള മെത്തേഡ് ഏതാണ്, ടെക്നിക്ക് ഏതാണെന്നുള്ളതൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ആൻഡ് ഡാറ്റ അനാലിസിസ്.
like for interpretation and analysis what method we are using. So ഇത്രയും ഒരു 12 കാര്യങ്ങൾ ഡിഫൈൻ ചെയ്യുമ്പോഴേക്കും അതെന്തായിട്ടുണ്ടാവും, ഒരു പ്രോപ്പർ റിസർച്ചിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് അല്ലെങ്കിൽ ഒരു ഡിസൈൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. ഇനി സിമ്പിളായിട്ടുള്ളതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് റിസർച്ച് ഡിസൈൻ. എന്തൊക്കെ അപ്പോൾ ഒരു നല്ല ഒരു റിസർച്ച് ഡിസൈൻ കണ്ടു കഴിഞ്ഞാൽ അതൊരു ബെറ്റർ ബ്ലൂ പ്രിൻ്റ് ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കണം? ക്ലിയർ ഒബ്ജക്റ്റീവ്സ്. എപ്പോഴും ഒരു റിസർച്ച് സക്സസ് ആകുന്നത് വെൻ ഇറ്റ് ഹാസ് എ ഗുഡ് സെറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ഉണ്ടാകുന്ന സമയത്താണ്. വാലിഡിറ്റി, അതിൽ തന്നെ ഇൻറ്റേർണൽ വാലിഡിറ്റിയും വരുന്നുണ്ട്, എക്സ്റ്റേണൽ വാലിഡിറ്റിയും വരുന്നുണ്ട്. എൻഷുവേഴ്സ് ദ റിസൾട്ട്സ് ആർ ഡ്യൂ ടു ദ വേരിയബിൾസ് ടെസ്റ്റഡ്. അതാണ് ഇൻറ്റേർണൽ വാലിഡിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുള്ള വേരിയബിൾസിൻ്റെ റിസൾട്ട്സിനെ പ്രോപ്പറായിട്ട് എൻഷുർ ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ എക്സ്റ്റേണൽ വാലിഡിറ്റി നമുക്കിതിനെന്ത് ചെയ്യണം, ജനറലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. റിലയബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ റിപ്പീറ്റഡ് ടൈംസിലും സിമിലർ കണ്ടീഷൻസ് വെച്ചിട്ടൊരു കാര്യം ചെയ്യുമ്പം അതിന് സെയിം ഔട്ട്പുട്ട് ആയിരിക്കണം കിട്ടേണ്ടത്. അതിനാണ് നമ്മൾ റിലയബിലിറ്റി എന്ന് പറയുന്നത്. ഒബ്ജക്റ്റിവിറ്റി, ഫ്രീ ഫ്രം റിസർച്ചേഴ്സ് ബയാസസ്. ഇപ്പം റിസർച്ചറിൻ്റെ സൈഡിൽ നിന്നുള്ളതും അതർ എക്സ്റ്റേണൽ ബയാസസിൽ നിന്നും ഫ്രീ ആയിരിക്കണം. എത്തിക്കൽ consideration, protects participants' rights, ensure information consent, confidentiality and ethical treatment. എപ്പോഴും നമ്മൾ റിസർച്ചിൽ എന്തായിരിക്കണം, നമ്മൾ എത്തിക്കലി സൗണ്ട് ആയിരിക്കണം. അപ്പം ഇതിലൊരു 5 പോയിൻ്റാണ് പറയുന്നത്. ക്ലിയർ ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കണം, ഇൻറ്റേർണൽ വാലിഡിറ്റിയും എക്സ്റ്റേണൽ വാലിഡിറ്റിയും ഉണ്ടായിരിക്കണം, റിലയബിലിറ്റി, ഒബ്ജക്റ്റിവിറ്റി ആൻഡ് എത്തിക്കൽ കൺസിഡറേഷൻ. പിന്നെ ഒരു 5 പോയിൻ്റ്, മിനിമം ഓഫ് ഒരു 5 പോയിൻ്റെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കുക. കൺട്രോൾ ഓഫ് വേരിയബിൾസ്, അപ്രോപ്രിയേറ്റ് മെത്തഡോളജി, അത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തഡോളജി അപ്രോപ്രിയേറ്റ് ആയിരിക്കണം. ജനറലൈസബിലിറ്റി ഉണ്ടായിരിക്കണം. നമ്മളൊരു സാമ്പിളിനെ വെച്ചാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിലും അതിനെ വെച്ചിട്ടൊരു പോപ്പുലേഷനെ നമുക്ക് ജനറലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. എഫിഷ്യൻസി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. ഇനി എന്തൊക്കെയാണ്, വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് റിസർച്ച് ഡിസൈൻ? ഓരോ റിസർച്ച് ടൈപ്പുകൾക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള റിസർച്ച് ഡിസൈനുകളാണ് ഉണ്ടാവുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് എക്സ്പ്ലറേറ്ററി റിസർച്ച് ഡിസൈൻ. ഇത് എസ്സേ ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് റിസർച്ച് ഡിസൈൻ? എക്സ്പ്ലറേറ്ററി റിസർച്ച് ഡിസൈൻ എന്ന് പറയുമ്പോൾ അത് മെയിൻലി ടു എക്സ്പ്ലോർ എ റിസർച്ച് പ്രോബ്ലം വെൻ ഇറ്റ്സ് നോട്ട് വെൽ ഡിഫൈൻഡ്. ഒരു ഏരിയനെ നമുക്ക് പ്രോപ്പറായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യുന്ന ഒരു ഏരിയനെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്പ്ലറേറ്ററി റിസർച്ചുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഹെൽപ്സ് ടു ഐഡൻറ്റിഫൈ വേരിയബിൾസ്, ഹൈപ്പോത്തസിസ്, റിസർച്ച് ക്വസ്റ്റ്യൻസ് ഓർ ഫർദർ സ്റ്റഡി. നമുക്ക് ഈ പറഞ്ഞ ഏറ്റവും ബേസിക് ആയിട്ട് റിസർച്ചിന് വേണ്ട കാര്യങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്ത്? എക്സ്പ്ലറേറ്ററി റിസർച്ച് ഡിസൈൻ. യൂസ്ഡ് ഇൻ ദ ഇനീഷ്യൽ സ്റ്റേജ്. കാരണം വേരിയബിൾസ് ഐഡൻറ്റിഫിക്കേഷൻസിന് വേണ്ടിയിട്ടും ഹൈപ്പോത്തസിസ് സെറ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. സോ ഇതൊക്കെ ഒരു റിസർച്ചിൻ്റെ ബിഗിനിങ് സ്റ്റേജിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതാണ്. ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നുണ്ട്. ഫ്ലെക്സിബിൾ ആൻഡ് അൺസ്ട്രക്ചേർഡ്, മോസ്റ്റ്ലി ക്വാളിറ്റേറ്റീവ് ഇൻ നേച്ചർ, സ്മോൾ സാമ്പിൾസ് ആയിരിക്കും, നോട്ട് യൂസ് ടു മേക്ക് ഡിസിഷൻ ബട്ട് ടു ഗെയിൻ അണ്ടർസ്റ്റാൻഡിങ്. ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ്പ്ലറേറ്ററി റിസർച്ച് ഡിസൈൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മൾ ആക്ച്വൽ റിസർച്ച് ചെയ്യാൻ പോകുന്നതിനെ കുറിച്ചിട്ടൊരു ഫർദർ ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി എന്തൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എക്സ്പ്ലറേറ്ററി റിസർച്ച് കണ്ടക്ട് ചെയ്യാം? എക്സ്പീരിയൻസ് സർവേ ഓർ എക്സ്പേർട്ട് ഒപ്പീനിയൻസ്. നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പേർട്ടിൻ്റെ അടുത്ത് ഇൻ്റർവ്യൂ ആയിട്ടും അതേപോലെ സർവേ ആയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, ഡേറ്റാസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇൻ്റർവ്യൂ വിത്ത് പീപ്പിൾ ഹു ഹാവ് എക്സ്പീരിയൻസ് ഓർ സ്പെഷ്യലൈസ്ഡ് നോളജ്. നമ്മൾ പഠിക്കുന്ന ഏരിയയിൽ സ്പെഷ്യലൈസ്ഡ് നോളജ് അല്ലെങ്കിൽ ഫോർമലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പോയിട്ട് നമ്മൾ എക്സ്പീരിയൻസ് സർവേ കണ്ടക്ട് ചെയ്യുന്നു. അതിനൊക്കെയുള്ള എക്സാമ്പിൾസ് ഓരോന്നിലും കൊടുത്തിട്ടുണ്ട്. ആസ്കിങ് മാർക്കറ്റിംഗ് മാനേജേഴ്സ് അബൌട്ട് കറണ്ട് ട്രെൻഡ്സ് ഇൻ കൺസ്യൂമർ ബിഹേവിയർ. അതെന്താണ്, ഓൾറെഡി ഫീൽഡിലുള്ള ആളുടെ അടുത്ത് പോയിട്ട് നമ്മൾ അവരുടെ എക്സ്പീരിയൻസ് ബേസ് ചെയ്തിട്ട് സർവേസ് കണ്ടക്ട് ചെയ്യുന്നു. രണ്ടാമത്തത് സെക്കൻഡറി ഡേറ്റ അനാലിസിസ്. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ, മാഗസിൻസ്, സ്റ്റഡീസും ഓൺലൈൻ ഡേറ്റാബേസ് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, എക്സിസ്റ്റിംഗ് ഡേറ്റാസിനെ വെച്ചുകൊണ്ട് നമ്മൾ അനാലിസിസ് കണ്ടക്ട് ചെയ്യുക. ഇതൊരു കോസ്റ്റ് ആൻഡ് ടൈം സേവിങ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ഹിസ്റ്റോറിക്കൽ ഡേറ്റ, പോപ്പുലേഷൻ ഗ്രോത്ത് ബിഫോർ ലോഞ്ചിങ് എ ന്യൂ പ്രോഡക്റ്റ്. ഒരു ന്യൂ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നതിന് മുന്നും സിമിലർ പ്രോഡക്ട്സിൻ്റെ ഡേറ്റാസും റിസോഴ്സസൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്
പറ്റും. തേർഡ് വൺ കേസ് സ്റ്റഡീസ്. ഇൻ ഡെപ്ത് സ്റ്റഡി ഓഫ് സിംഗിൾ കേസ് ഓർ ന്യൂ സെലക്റ്റഡ് കേസസ്. നമ്മൾ സിമിലർ ഇപ്പോൾ മാർക്കറ്റിംഗ് ഏരിയാസിലൊക്കെ ഒരുപാട് കേസസ് അവൈലബിൾ ആണ്. മാർക്കറ്റിംഗ് ഏരിയാസിൽ മാത്രമല്ല എല്ലാ ഫീൽഡ് ഓഫ് സ്റ്റഡീസിലും നമുക്ക് കേസ് സ്റ്റഡീസ് അവൈലബിൾ ആണ്. ഇത്തരത്തിലുള്ള കേസ് സ്റ്റഡീസ് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, പ്രോപ്പറായിട്ട് കാര്യങ്ങൾ കേസ് സ്റ്റഡി സോൾവ് ചെയ്യുന്ന സമയത്ത് പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യാനും അതിൻ്റെ സൊല്യൂഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും. പൈലറ്റ് സ്റ്റഡി, എ സ്മോൾ സ്കെയിൽ വേർഷൻ ഓഫ് ഫുൾ റിസർച്ച്. പൈലറ്റ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഒരു മിനിയേച്ചർ സ്റ്റഡിയാണ്. നമ്മൾ 30, 40 അല്ല 50 സാമ്പിൾ വെച്ച് ചെയ്യുന്ന റിസർച്ചിനെ നമ്മളൊന്ന് ചുരുക്കിയിട്ട് ഒരു സാമ്പിൾ സ്റ്റഡി പോലെ ചെറിയൊരു ഗ്രൂപ്പിൽ നമ്മൾ ഈ സെയിം റിസർച്ച് കണ്ടക്റ്റ് ചെയ്യാം. ഇതിനാണ് നമ്മൾ പൈലറ്റ് സ്റ്റഡി എന്ന് പറയുന്നത്. പിന്നെ ക്വാളിറ്റേറ്റീവ് ടെക്നിക്സ് ഫോർ എക്സ്പ്ലോറേറ്ററി റിസർച്ച്. ഇതും എക്സ്പ്ലോറേറ്ററി റിസർച്ചിൻ്റെ മെത്തേഡ്സ് അല്ലെങ്കിൽ ടെക്നിക്സിൻ്റെ തന്നെ എക്സ്റ്റൻഷനാണ്. ഫോക്കസ് ഗ്രൂപ്പ് ഇൻ്റർവ്യൂസ്. ഫോക്കസ് ഗ്രൂപ്പ് ഇൻ്റർവ്യൂസ് എന്ന് പറഞ്ഞാൽ ഒരു 5-10 ആൾക്കാർ നിൽക്കുന്ന ഗ്രൂപ്പിലായിട്ട് അവരെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇൻ്റർവ്യൂസ് കണ്ടക്ട് ചെയ്യുക. അതൊരു ട്രെയിൻഡ് മോഡറേറ്റർ അതിനുണ്ടാകും. പ്രോഡക്റ്റ് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഒപ്പീനിയൻസ് ഗാദർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഹെൽപ്ഫുള്ളാണ്. ബി വരുന്നത് പ്രൊജക്റ്റീവ് ടെക്നിക്കാണ്. പ്രൊജക്റ്റീവ് ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ സിമുലേഷൻസ് കൊടുത്തുകൊണ്ടും അതേപോലെ സൈക്കോളജിക്കൽ ആസ്പെക്ട്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആൾക്കാരുടെ ഒപ്പീനിയൻസും പെർസ്പെക്റ്റീവ്സൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് പ്രൊജക്റ്റീവ് ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റ് ടെക്നിക്സ് ടു uncover deep feelings or motivations. ഇപ്പോൾ വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്, സെൻറ്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ്, തെമാറ്റിക് അപ്രീസിയേഷൻ ടെസ്റ്റൊക്കെ ഇതിനൊരു എക്സാമ്പിളാണ്. ഇപ്പോൾ നമ്മളൊരു പാരഗ്രാഫിൽ വേർഡ് കൊടുത്തിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറയാം. അപ്പം ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും അത് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡും ആപ്റ്റിറ്റ്യൂഡൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടും അതേപോലെ ഒരു ഇന്നർ ഫീലിംഗ് അല്ലെങ്കിൽ ഇൻസൈഡ് അല്ലെങ്കിൽ ഒരു ഇന്നർ ഫീലിംഗ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഡെപ്ത് ഇൻ്റർവ്യൂസ് എന്ന് പറയുന്നത് 1-to-1 ലോങ് അൺസ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂസ് ആണ്. നമ്മളൊരു പാറ്റേൺ അല്ലാതെ ആൾക്കാരെ കുറച്ചും കൂടെ ക്ലോസ് ആയിട്ട് ഇൻ ഡെപ്തിൽ 1-to-1 കണ്ടക്ട് ചെയ്യുന്ന ഇൻ്റർവ്യൂസാണ് ഇൻ ഡെപ്ത് ഇൻ്റർവ്യൂസ് എന്ന് പറയുന്നത്. ഇത്രയാണ് എന്തിൽ വരുന്നത്, എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഡിസൈനിൽ വരുന്നത്. രണ്ടാമത്തേതാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. ഒരു ക്യാരക്ടറിസ്റ്റിക്സിന് അല്ലെങ്കിൽ ഒരു പോപ്പുലേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്ന ഒരു റിസർച്ച് ഡിസൈനാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. ടു ഡിസ്ക്രൈബ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പോപ്പുലേഷൻ, ഇവൻറ്റ് ഓർ ഫിനോമിനൻ. ആൻസർ ദ ക്വസ്റ്റ്യൻസ് വാട്ട്, വേർ, വെൻ, ഹൗ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസിന് ഒരു ആൻസർ ഫൈൻഡ് ചെയ്യുക അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ട് നടത്തുന്ന റിസർച്ച് ഡിസൈനുകളാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. സ്ട്രക്ചേർഡ് ആണ്, ലാർജ് റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾസ് ആണ്, യൂസ്ഡ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. ഡിസ്ക്രിപ്റ്റീവ്, ഇപ്പോൾ നേരത്തെ നമ്മൾ എക്സ്പ്ലോറേറ്ററി റിസർച്ചിൻ്റെ മെത്തേഡ്സ് പറഞ്ഞു. ഇനി ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൻ്റെ എന്തൊക്കെ മെത്തേഡ്സ് ആണ്? ഒബ്സർവേഷൻ. സിമ്പിളായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു വേരിയബിൾസിനെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ കണ്ടിന്യൂസ്ലി ഒബ്സർവ് ചെയ്യുക. ഒബ്സർവേഷൻ ത്രൂ ആണ് നമുക്ക് ഏറ്റവും ഫണ്ടമെൻ്റലായിട്ട് റിസർച്ചിൻ്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഒബ്സർവേഷനാണ്. നാച്ചുറലായിട്ടും കൺട്രോൾഡ് ആയിട്ടുള്ള ഒബ്സർവേഷൻസ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഒബ്സർവിങ് കൺസ്യൂമർ ബിഹേവിയർ ഇൻ റീറ്റെയിൽ സ്റ്റോറുകളിൽ പോയി നിന്നുകൊണ്ട് നമുക്ക് കൺസ്യൂമേഴ്സിൻ്റെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവരുടെ ബിഹേവിയർ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. രണ്ടാമത്തേതാണ് സർവേ മെത്തേഡ്. ഒരു ഫേസ് ടു ഫേസ് ആയിട്ടും അല്ലെങ്കിൽ ടെലഫോണിക് ആയിട്ടും ഓൺലൈനായിട്ടും മെയിൽ ത്രൂ ഒക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സർവേസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഡിസൈനും അതിൻ്റെ മെത്തേഡ്സും. നെക്സ്റ്റ് വരുന്നത് കോസൽ ഓർ എക്സ്പെരിമെൻ്റൽ റിസർച്ച് ഡിസൈൻ. നമ്മൾ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് കണ്ടെത്താൻ വേണ്ടിയിട്ടും കാര്യങ്ങളെ എക്സ്പെരിമെൻറ്റ്സ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നടത്തുന്ന റിസർച്ച് ഡിസൈനുകളാണ്. ടു ഡിറ്റർമൈൻ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ്. ഫോർ എക്സാമ്പിൾ, ഡസ് അഡ്വർടൈസിങ് ഇൻക്രീസ് സെയിൽസ്? മാർക്കറ്റിങ്ങിൽ ചേഞ്ചസ് വരുത്തിയിട്ട് സെയിൽസിൽ ഇൻക്രീസ് ഉണ്ടാവും. ഇത്തരത്തിലൊക്കെയുള്ള കാര്യങ്ങൾ. ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഹൈലി സ്ട്രക്ചേർഡ് ആണ്, ഇൻവോൾവ്സ് മാനിപ്പുലേറ്റഡ് വേരിയബിൾസ്, യൂസസ് കൺട്രോൾ ആൻഡ് എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ്സ്, യൂഷ്വലി ക്വാണ്ടിറ്റേറ്റീവ് ഇൻ നേച്ചർ. ഇതിൻ്റെ മെത്തേഡ്സ് എന്ന് പറയുന്നത് എക്സ്പെരിമെൻറ്റേഷൻസ് ആണ്. നമ്മൾ
റിസർച്ച് ലാബുകൾ അസോസിയേറ്റ് ചെയ്തുകൊണ്ടൊക്കെ കണ്ടക്ട് ചെയ്യുന്ന ആക്ച്വൽ എക്സ്പെരിമെൻറ്റേഷൻസ്. അതൊരു സർട്ടൻ ഗ്രൂപ്പിനെ വെച്ചിട്ടായിരിക്കും നമ്മൾ പഠിക്കുന്നുണ്ടാവുക. സിമുലേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആർട്ടിഫിഷ്യലി ഒരു സിമുലേഷൻ കൊടുക്കുകയാണ് ആൾക്കാർക്ക്. നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിക്കൊണ്ട് നമ്മളൊരു സിമുലേഷൻസ് കൊടുക്കുകയും എക്സ്പീരിയൻസ് കൊടുക്കുകയും ആ എക്സ്പീരിയൻസിനോട് അല്ലെങ്കിൽ ആ സിറ്റുവേഷനോട് അവരെങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം, ഡേറ്റാസ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ക്രിയേറ്റിംഗ് എ മോഡൽ ഓഫ് റിയൽ വേൾഡ് process to study its behavior under different condition, simulating traffic patterns to test a new road system. അപ്പം സേ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി റൺ ചെയ്യുകയാണെങ്കിൽ ഒരു കാറിൻ്റെ ബോഡി എത്രത്തോളം ഹാർഡാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനൊരു കാർ ക്രാഷിൻ്റെ സിമുലേഷൻസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതിനോട് എങ്ങനെ ഇത് റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിൻ്റെ ഒരു ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൻ്റെയും കോസ്റ്റൽ റിസർച്ച് ഡിസൈൻ്റെയും ഒരു കമ്പാരിസൺ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് റീഡ് ഔട്ട് ചെയ്യുക, മൈൻഡിൽ ഓർത്തിരിക്കുക. ഇത് രണ്ടും എന്താണെന്ന് അറിയെങ്കിൽ തന്നെ നമുക്കത് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ് വരുന്നത് വേരിയബിൾസ് ആൻഡ് ഇറ്റ്സ് മെഷർമെൻ്റ് ആണ്. ഇങ്ങനെ നമ്മൾ വേരിയബിൾസ് നമ്മൾ ലാസ്റ്റ് മൊഡ്യൂളിൽ പറഞ്ഞിട്ടുള്ളതാണ്. ലൈക്ക് അതിൻ്റെ വാല്യൂസ് ചേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ, ഡിഫറെൻറ്റ് വാല്യൂസ് പൊസസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ വേരിയബിൾസ് എന്ന് പറയുന്നത്. എങ്ങനെ ഇതിനെ മെഷർ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. മെഷർമെൻറ്റ് മീൻസ് അസൈനിങ് നമ്പേഴ്സ് ഓർ സിംബൽസ് ടു ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഒബ്ജക്ട്സ് അക്കോർഡിംഗ് ടു സ്പെസിഫിക് റൂൾസ്. അപ്പം നമ്മളൊരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റിന് ഒരു സ്പെസിഫിക് റൂൾ ബേസ് ചെയ്തുകൊണ്ട് നമ്പേഴ്സ് അസൈൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. വി ഡു നോട്ട് മെഷർ ദ ഒബ്ജക്റ്റ് ഇറ്റ് സെൽഫ് ബട്ട് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ്. ഇപ്പം ആൾക്കാരുടെ പെർസെപ്ഷന്, ആറ്റിറ്റ്യൂഡ്, സാറ്റിസ്ഫാക്ഷൻ ലെവൽ, ഇപ്പം ഒരു പ്രൊഡക്റ്റിനോടുള്ള സാറ്റിസ്ഫാക്ഷൻ, ഒരു പ്രൊഡക്റ്റിനോടുള്ള ആറ്റിറ്റ്യൂഡ്, പെർസെപ്ഷനൊക്കെ ആയിരിക്കും നമ്മൾ സ്റ്റഡി ചെയ്യുന്നുണ്ടാവുക. സോ ഈ ഓരോ അല്ലെങ്കിൽ ഓരോ ഒബ്ജക്റ്റിനെയും നമുക്ക് ഓരോ നമ്പർ വെച്ചിട്ട് അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സേ ഫോർ എക്സാമ്പിൾ ലൈക്ക് 1 to 5 നമ്മളിപ്പോൾ ആൾക്കാരുടെ ഒപ്പീനിയൻ എടുക്കും. 1 to 5 നിങ്ങൾ എത്ര അതിനെ റേറ്റ് ചെയ്യുന്നു, സ്കെയിൽ ചെയ്യുന്നു, മെഷർ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, 1 to 5 നമ്പർ അവരെടുത്ത് തരാൻ വേണ്ടിയിട്ട് പറയും. ഇപ്പോൾ ഇവിടെ ഈച്ച് നമ്പർ റെപ്രസെൻറ്റ് എ ഡിഗ്രി. ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ ഒരു ഡിഗ്രി ഓഫ് ഒബ്ജക്റ്റിനെയാണ് അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. Scaling is the process of assigning numbers to different levels of quality or characteristics. ഇപ്പോൾ നമ്മൾ ഒരു 5 സ്കെയിലൊക്കെയാണ് ഇപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട്, ഇപ്പം ആർ യു എഗ്രി വിത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ 1 കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രോങ്ലി എഗ്രി ആണെന്നുണ്ടെങ്കിൽ 2 നമ്പർ കൊടുക്കുക, ഡിസഗ്രി ആണെന്നെങ്കിൽ 3 നമ്പർ കൊടുക്കുക. ഇത്തരത്തിൽ നമ്മൾ സ്കെയിൽ ചെയ്യുന്നതിനെയാണ് സ്കെയിലിംഗ് എന്ന് പറയുന്നത്. ഇപ്പം മെഷർമെൻറ്റ് സ്കെയിലുകളിൽ 4 മെയിൻ സ്കെയിൽസ് ആണുള്ളത്. നോമിനൽ സ്കെയില്, ഓർഡിനൽ സ്കെയില്, അതേപോലെ തന്നെ ഇൻ്റർവൽ സ്കെയില്, റേഷ്യോ സ്കെയില്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, നിങ്ങൾക്ക് ഷോർട്ട് എസ്സേ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇതിൽ നോമിനൽ സ്കെയിൽ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം, അതിൽ വേറെ ഒന്നും ഇൻക്ലൂഡഡ് അല്ല. നോമിനൽ ഫോർ ദ സേക്ക് ഓഫ് നെയിം അല്ലെങ്കിൽ ഫോർ ദ സേക്ക് ഓഫ് കാറ്റഗറൈസ് ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, നോമിനൽ സ്കെയില്. ഇതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള മെഷറിംഗ് സ്കെയിൽ എന്ന് പറയുന്നത്. ഇപ്പം മെയിൽ ഫീമെയിൽ എന്ന് പറയുന്ന ജെൻഡേഴ്സിനെ നമ്മൾ മെയിലിനെ 1 ആയിട്ടും ഫീമെയിലിനെ 2 ആയിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോമിനൽ സ്കെയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓർഡിനൽ സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഓർഡർലി, ഇതെല്ലാം ഇതിൻ്റെ നെയിമിൽ തന്നെ ഉണ്ട് കേട്ടോ. ഓർഡിനൽ സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഒരു ഓർഡർലി പാറ്റേൺ അല്ലെങ്കിൽ കാര്യങ്ങളെ റാങ്കിങ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെഷറിംഗ് സ്കെയിലാണ്. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, റാങ്ക് 1, റാങ്ക് 2, റാങ്ക് 3 എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിനെ നമ്മൾ റാങ്ക് ചെയ്യുന്നു. ഇൻ്റർവൽ സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാസ് ഓൾ ഫീച്ചേഴ്സ് ഓഫ് ഓർഡിനൽ സ്കെയിൽ പ്ലസ് മീനിങ് ഫുൾ ഇൻ്റർവൽ. ഇപ്പം എന്താ പറയുക, നമ്മളൊരു പെർട്ടിക്കുലർ ഇൻ്റർവൽ പീരീഡിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു വിത്തിൻ ഒരു ഫ്രീക്വൻസിയിൽ വെച്ചുകൊണ്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നതാണ്. 0 degree Celsius doesn't mean no temperature. Difference between 30 degree Celsius and 40 degree Celsius is സെയിം ആസ് 70 degree Celsius ആൻഡ് 80 degree Celsius. ഇവിടെ എന്തുണ്ട്, ഒരു ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഇൻ്റർവെല്ല് നമുക്ക് ഇതിൻ്റെ ഇടയിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. 4th വണ്ണാണ് ഹയസ്റ്റ് സ്കെയിലായിട്ടുള്ള റേഷ്യോ സ്കെയിൽ. ഇൻക്ലൂഡ്സ് ഓൾ ഫീച്ചേഴ്സ് ഓഫ് ഇൻ്റർവൽ സ്കെയിൽ plus a true 0 point. All mathematical options are
പോസിബിൾ. വെയ്റ്റ്, ഹൈറ്റ്, ടൈം, ഇൻകം, ഇതൊക്കെ നമുക്ക് റേഷ്യോ സ്കെയിൽ വെച്ചിട്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ് പറയുന്നത് അപ്രോച്ചസ് ടു സ്കെയിൽ കൺസ്ട്രക്ഷൻ. നമ്മൾ സ്കെയിൽ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് 5 മെയിൻ അപ്രോച്ചസ് ആണുള്ളത്. ഫസ്റ്റ് വൺ, ആർബിട്രറി അപ്രോച്ചസ്. ക്രിയേറ്റ് ദ സ്കെയിൽ ബേസ്ഡ് ഓൺ പേഴ്സണൽ ജഡ്ജ്മെൻറ്റ്. നമുക്ക് ഇപ്പോൾ റിസർച്ചറിൻ്റെ പേഴ്സണൽ ജഡ്ജ്മെൻറ്റിലാണ് ഒരു സ്കെയിൽ ക്രിയേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കോസ്റ്റ് റിലേറ്റഡ് ആയിട്ടോ കോമൺലി യൂസ്ഡ് ആയിട്ടോ സിമ്പിളായിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് എടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആർബിട്രറി അപ്രോച്ച് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കൺസെൻസസ് അപ്രോച്ചാണ്. പാനൽ ഓഫ് എക്സ്പേർട്സ് അല്ലെങ്കിൽ ഈ ഏരിയയിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരെ യൂസ് ചെയ്തുകൊണ്ട് സ്റ്റാറ്റിസ്റ്റിക്സിലൊക്കെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരൊക്കെ യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പാനൽ ഓഫ് എക്സ്പേർട്സിനെ വെച്ചിട്ട് വാലിഡിറ്റിൻ്റെയും റെലവൻസിൻ്റെയൊക്കെ ബേസിസിലാണെന്നുണ്ടെങ്കിൽ അതിനെ കൺസെൻസസ് അപ്രോച്ച് എന്നാണ് പറയുന്നത്. ഫാക്ടർ അനാലിസിസ് അപ്രോച്ച് ബേസ്ഡ് ഓൺ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻ്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഐറ്റംസ്. നമ്മളെന്താ ഇവിടെ നമ്മൾ ചെയ്യുന്നത് കുറച്ചും കൂടെ കോറിലേഷൻ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻ്റർ റിലേഷൻഷിപ്പിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതിനെ ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു കോറിലേഷൻ എഫക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് മെഷറബിൾ അല്ലെങ്കിൽ മെഷറിങ് സ്കെയിൽ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഫാക്ടർ അനാലിസിസ് അപ്രോച്ച് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഐറ്റം അനാലിസിസ് അപ്രോച്ചാണ്. ഐറ്റംസ് ആർ ടെസ്റ്റഡ് ഓൺ എ സാമ്പിൾ. ഒരു സാമ്പിൾ വെച്ചുകൊണ്ട് നമ്മൾ ടെസ്റ്റ് ചെയ്തുകൊണ്ട് അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എന്തെടുക്കുന്നു, മെഷറിങ് സ്കെയിൽ ചൂസ് ചെയ്യുന്നു. ക്യുമുലേറ്റീവ് സ്കെയിലിംഗ് അപ്രോച്ചാണ്. സീരീസ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് അറേഞ്ച്ഡ് ഇൻ ഓർഡർ ഓഫ് ഇൻക്രീസിങ് ഇൻറ്റൻസിറ്റി ഓർ എഗ്രിമെൻറ്റ്. എഗ്രിമെൻറ്റ് വിത്ത് വൺ സ്റ്റേറ്റ്മെൻറ്റ് ഇംപ്ലൈസസ് എഗ്രിമെൻറ്റ് വിത്ത് ഓൾ പ്രീവിയസ് വൺസ്. അതായത് നമ്മൾ സർട്ടൻ എഗ്രിമെൻറ്റ്സിന് ഒരു പാറ്റേൺ ഓഫ് ഒരു ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ട് അതിന് അല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി റിലേറ്റഡ് ആയിട്ടായിരിക്കും നമ്മൾ സ്കെയിൽ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെ ക്യുമുലേറ്റീവ് സ്കെയിലിംഗ് അപ്രോച്ച് എന്നാണ് പറയുന്നത്. ഇനി ഇത്രയും നേരം നമ്മൾ മെഷർമെൻറ്റിൻ്റെ സ്കെയിൽസും നമ്മൾ പറഞ്ഞു. നോമിനൽ, ഓർഡിനൽ, ഇൻ്റർവെൽ ആൻഡ് റേഷ്യോ 4 നമ്മൾ പറഞ്ഞു. അതിൻ്റെ അപ്രോച്ചസും പറഞ്ഞു. ഇനി വരുന്നത് വേരിയബിൾസ് ആൻഡ് ഇറ്റ്സ് മെഷർമെൻ്റ് ആണ്. വേരിയബിൾസ് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇതിന് സ്കെയിലിംഗ് ടെക്നിക്സിൽ 2 മേജർ കാറ്റഗറീസ് ആണുള്ളത്, കമ്പാരിറ്റീവ് സ്കെയിൽസും നോൺ കമ്പാരിറ്റീവ് സ്കെയിൽസും. കമ്പാരിറ്റീവ് സ്കെയിൽസിൽ വരുന്നത് പെയർഡ് കമ്പാരിസൺ, കോൺസ്റ്റൻറ്റ് സം, റാങ്ക് ഓർഡർ, ക്യൂ സോർട്ട്. നോൺ കമ്പാരിറ്റീവ് സ്കെയിലിൽ വരുന്നത് കണ്ടിന്യൂസ് റേറ്റിംഗ് ഓർ ഗ്രാഫിക് റേറ്റിംഗ്, ഐറ്റമൈസ്ഡ് റേറ്റിംഗ് സ്കെയിൽ. അതിലാണ് ലൈക്കേർഡ് സ്കെയിൽ, നമ്മൾ ഏറ്റവും പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്നതാണ് ലൈക്കേർഡ് സ്കെയിൽ എന്ന് പറയുന്നത്. സെമാൻറ്റിക് ഡിഫറൻഷ്യൽ സ്കെയിൽ, സ്റ്റാപ്പൽ സ്കെയിൽ, തേർസ്റ്റോൺ സ്കെയിൽ. ഇത്രയാണ്. ഈ ഒരു ഗ്രാഫ് നിങ്ങൾ എപ്പോഴും മൈൻഡിലുണ്ടായിരിക്കുക, എസ്സേ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി ഓരോന്നിനെയും ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാം. കമ്പാരിറ്റീവ് സ്കെയിൽസ് വിത്ത് സിമ്പിൾ എക്സാമ്പിൾ ആണ് പെയർഡ് കമ്പാരിസൺ സ്കെയിൽ. റെസ്പോണ്ടൻസ് കമ്പയർ 2 objects at a time and choose the പ്രിഫേർഡ് വൺ. ഇപ്പം നിങ്ങളടുത്ത് കോക്ക് ഓർ പെപ്സി എന്ന് പറഞ്ഞിട്ട് 2ൽ 1 ചൂസ് ചെയ്യാൻ. ഇപ്പോൾ 2 കമ്പയർ ചെയ്തുകൊണ്ട് പെയറിലുള്ള 2 കമ്പയർ ചെയ്തുകൊണ്ട് നിങ്ങളടുത്ത് ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ അത്തരം സ്കെയിലിംഗ് ആണെന്നുണ്ടെങ്കിൽ അതിന് പെയർഡ് കമ്പാരിസൺ സ്കെയിൽ എന്നാണ് പറയുന്നത്. റാങ്ക് ഓർഡർ സ്കെയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളെ പ്രിഫറൻസിൻ്റെ ഓർഡറിൽ റാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റെസ്പോണ്ടൻറ്റ് റാങ്ക് സെവറൽ ഐറ്റംസ് ഇൻ ഓർഡർ ഇൻ ബേസ്ഡ് ഓൺ ദെയർ പ്രിഫറൻസസ്. അതിനാണ് നമ്മൾ റാങ്ക് ഓർഡർ സ്കെയിൽ എന്ന് പറയുന്നത്. തേർഡ് വൺ കോൺസ്റ്റൻറ്റ് സം ആണ്. റെസ്പോണ്ടൻസ് ഡിസ്ട്രിബ്യൂട്ട് എ ഫിക്സഡ് ടോട്ടൽ ലൈക്ക് 100 points എമംഗ് ഡിഫറെൻറ്റ്. അതായത് നമുക്കൊരു 100 points ഉണ്ടാവും. നമ്മുടെ പ്രിഫറൻസിനെ വെച്ചിട്ട് ഓരോ ഐറ്റത്തിലും എത്ര പോയിന്റ് നമ്മൾ ഇടുക. അപ്പം ടീക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 30 കൊടുക്കുന്നു, കോഫി ആണെന്നുണ്ടെങ്കിൽ ഒരു 40 കൊടുക്കുന്നു, കൂൾ ഡ്രിങ്ക്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു 50 കൊടുക്കുന്നു. ഇത്തരത്തിൽ ഉള്ളത്. ഇതാണ് കോൺസ്റ്റൻറ്റ് സം സ്കെയിൽ എന്ന് പറയുന്നത്. ക്യൂ സോർട്ട് സ്കെയിൽ. റെസ്പോണ്ടൻറ്റ് സോർട്ട് ഐറ്റംസ് ഇൻ ടു ഗ്രൂപ്പ് ബേസ്ഡ് ഓൺ സിമിലാരിറ്റി ഓർ പ്രിഫറൻസസ്. അതായത് നമ്മൾ ലൈക്കിൻ്റെയും ഡിസ്ലൈക്കിൻ്റെയും ബേസിസിൽ അല്ലെങ്കിൽ സിമിലാരിറ്റീൻ്റെ ബേസിസിൽ അല്ലെങ്കിൽ പ്രിഫറൻസസിൻ്റെ ബേസിസിൽ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നു. അതിനാണ് ക്യൂ സോർട്ട് ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇനി നോൺ കമ്പാരിറ്റീവ് സ്കെയിൽ, ഇതുവരെ പറഞ്ഞതെല്ലാം കമ്പാരിറ്റീവ് സ്കെയിൽസ് ആണ്. ഇനി നോൺ കമ്പാരിറ്റീവ് സ്കെയിൽസിലാണ് കണ്ടിന്യൂസ് റേറ്റിംഗ് സ്കെയിൽ.
Respondents indicate their preferences or opinions by making a position on a continuous line. അപ്പോൾ നിങ്ങളടുത്ത് ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. പ്ലീസ് മാർക്ക് യുവർ സാറ്റിസ്ഫാക്ഷൻ വിത്ത് ദ സർവീസ് ബൈ പ്ലേസിങ് എ മാർക്ക് എനിവെയർ ഓൺ ദ ലൈൻ ബിലോ. അതായത് നമ്മൾ ഒരു ടൈം ലൈൻ കൊടുക്കും, വെരി ഡിസാറ്റിസ്ഫൈഡ് ആൻഡ് സാറ്റിസ്ഫൈഡ്. നിങ്ങൾ എന്ത് ചെയ്യണം, ഈ കണ്ടിന്യൂസ് റേറ്റിംഗ് സ്കെയിലിൽ നിങ്ങൾ എത്രത്തോളം, ഇപ്പം ഒരു ന്യൂട്രൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെൻറ്ററിൽ പോയിന്റ് ചെയ്യണം. അതല്ല നിങ്ങൾ വെരി സാറ്റിസ്ഫൈഡിൻ്റെ അടുത്താണെന്നുണ്ടെങ്കിൽ ആ ഒരു നിങ്ങൾ ഈ ഒരു ലൈൻ ഗ്രാഫ് വെച്ചുകൊണ്ടായിരിക്കും നിങ്ങളുടെ വേരിയബിളിനെ സ്റ്റഡി ചെയ്യുന്നുണ്ടാവുക. ഐറ്റമൈസ്ഡ് റേറ്റിംഗ് സ്കെയിൽ. റെസ്പോണ്ടൻറ്റ് സെലക്ട് ഫ്രം ലിമിറ്റഡ് നമ്പർ ഓഫ് കാറ്റഗറീസ് ഈച്ച് വിത്ത് എ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ. അപ്പം ഇതൊക്കെ നിങ്ങൾ എക്സാമ്പിൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആവും. ഹൗ വുഡ് യു റേറ്റ് ദ പ്രൊഡക്റ്റ് ക്വാളിറ്റി? അപ്പോൾ ഇതിലെന്ത് ചെയ്യാം, ഇതിലേതെങ്കിലും ഒന്ന് നമ്മുടെ റേറ്റിംഗ് സ്കെയിലിനനുസരിച്ചിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ലൈക്കേർഡ് സ്കെയിൽ, ഇതൊരു 5 point സ്കെയിലാണ്. ലൈക്കേർഡ് സ്കെയിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോർമലി പ്രൊജക്റ്റുകളിൽ, ഇപ്പം ഡിഗ്രി പ്രൊജക്റ്റുകളിലൊക്കെ ചെയ്യുന്നതാണ് ലൈക്കേർഡ് സ്കെയിൽ എന്ന് പറയുന്നത്. ഇതിൽ 5 സ്കെയിലാണ് ഉണ്ടാവുക. സ്ട്രോങ്ലി എഗ്രി, ന്യൂട്രൽ, ഡിസഗ്രി ആൻഡ് സ്ട്രോങ്ലി ഡിസഗ്രി. നമ്മളെ സ്റ്റേറ്റ്മെൻറ്റ്സിനെ ഈ വേരിയബിൾസിനെ നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ സ്കെയിൽ ചെയ്യണം. ഇനി സെമാൻറ്റിക് ഡിഫറൻഷ്യൽ സ്കെയിലാണ് അടുത്തത്. മെഷേഴ്സ് ആറ്റിറ്റ്യൂഡ് ബൈ ആസ്കിങ് റെസ്പോണ്ടൻസ് ടു റേറ്റ് സംതിങ് ബിറ്റ്വീൻ 2 ഓപ്പോസിറ്റ് ഒബ്ജക്റ്റീവ്സ്. അതായത് 2 ഓപ്പോസിറ്റ് ഒബ്ജക്റ്റീവ്സിനെ വെച്ചുകൊണ്ട് റെസ്പോണ്ടൻസിൻ്റെ അടുത്ത് നമ്മൾ എന്ത് പറയാണ്, ആറ്റിറ്റ്യൂഡ്, അവരുടെ ആറ്റിറ്റ്യൂഡ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഓപ്പോസിറ്റ് സാധനങ്ങൾ അല്ലെങ്കിൽ 2 ഓപ്പോസിറ്റ് വേരിയബിൾസിനെ വെച്ചുകൊണ്ട് നമ്മൾ മെഷർ ചെയ്യുന്നു. അപ്പോൾ അതിലൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. പ്ലീസ് റേറ്റ് ദ പ്രോഡക്റ്റ് ഓൺ ദ സ്കെയിൽ ബിലോ 1. ഇപ്പം ചീപ്പ് ടു എക്സ്പെൻസീവ്, അപ്പോൾ എത്രത്തോളം നമുക്ക് എക്സ്പെൻസീവ് ആയിട്ടോ അത്രത്തോളം, ഇപ്പം എക്സ്പെൻസീവിൻ്റെ സൈഡിലേക്ക് നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഇതേപോലെ ചീപ്പാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ മാർക്ക് ചെയ്യുന്നു. തേർസ്റ്റോൺ സ്കെയിലാണ് അടുത്തത്. ഇൻവോൾവ് സ്റ്റേറ്റ്മെൻറ്റ്സ് ദാറ്റ് റെപ്രസെൻറ്റ് വാരിയിങ് ഡിഗ്രി ഓഫ് ഫേവറബിലിറ്റി. സേ ഫോർ എക്സാമ്പിൾ, ഇപ്പം അത് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പ്ലീസ് സ്റ്റേറ്റ് യുവർ സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് എബൌട്ട് പ്രോഡക്റ്റ്. ദ പ്രോഡക്റ്റ് ഈസ് വെരി യൂസ്ഫുൾ. അപ്പോൾ നിങ്ങൾ ഈ സർവേസ് ഒക്കെ കണ്ടിട്ടുണ്ടാകും. നിങ്ങളിപ്പോൾ ഒരു ഷോപ്പിലൊക്കെ പോയിട്ട് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്തുണ്ടാവും, അല്ലെങ്കിൽ ഓൺലൈൻ വാങ്ങിക്കുന്ന സമയത്തൊക്കെ ഒരു സർവേ പോലെ കൊടുക്കാനുണ്ടാവും. ദ പ്രോഡക്റ്റ് ഈസ് വെരി യൂസ്ഫുൾ, ദ പ്രോഡക്റ്റ് ഈസ് സംവാട്ട് യൂസ്ഫുൾ. അപ്പോൾ അത്തരത്തിലുള്ള സ്കെയിലുകൾ, അല്ലെങ്കിൽ റെസ്പോണ്ടൻസ് ഇൻഡിക്കേറ്റ് വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ദേ എഗ്രി വിത്ത്. അവർ എഗ്രി ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റിന് അവർ ടിക്ക് ഓഫ് ചെയ്യാം. അടുത്തതാണ് സ്റ്റാപ്പിൾ സ്കെയിൽ, ആൻ ഓൾട്ടർനേറ്റീവ് ടു സെമാൻറ്റിക് ഡിഫറൻഷ്യൽ സ്കെയിൽ. ഇവിടെ എന്താണ് വരുന്നത്, നമ്മൾ ഒരു പോസിറ്റീവ് 5 വരെയും നെഗറ്റീവ് 5 വരെയും കൊടുത്തിട്ടുണ്ടാവും. അതിൽ നമ്മൾ എന്ത് ചെയ്യുക, റേറ്റ് ചെയ്യുക. നെക്സ്റ്റ് വരുന്നത് റിലയബിലിറ്റി ആൻഡ് വാലിഡിറ്റി ആണ്. A measure is reliable if it produces the same result consistently when repeated under same conditions. നമ്മൾ എപ്പോഴും ഒരു മെഷർമെൻറ്റ് റിലയബിൾ ആണെന്ന് പറയുന്നത് സെയിം നേച്ചറിലുള്ള അല്ലെങ്കിൽ സെയിം പ്രൊസീജിയർ റിപ്പീറ്റേറ്റീവായിട്ട് ചെയ്യുന്ന സമയത്തും ഔട്ട്പുട്ട് സെയിം ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മെഷറിങ് സ്കെയിലിന് അല്ലെങ്കിൽ ആ ഒരു മെഷറബിലിറ്റീനെ നമുക്ക് എന്ത് ചെയ്യാം, റിലയബിളായിട്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. റിലയബിലിറ്റീൻ്റെ കീ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് സ്റ്റെബിലിറ്റി, ഇൻറ്റേർണൽ റിലയബിലിറ്റി ആൻഡ് ഇൻ്റർ ഒബ്സർവർ റിലയബിലിറ്റി. അപ്പോൾ 2 റിസർച്ചേഴ്സ് സെയിം കണ്ടീഷൻസിൽ ചെയ്ത് കഴിഞ്ഞാലും ഒരേ ആൻസർ അല്ലെങ്കിൽ സെയിം ഔട്ട്പുട്ടാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇൻ്റർ ഒബ്സർവർ റിലയബിലിറ്റി എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ് വരുന്നത് വാലിഡിറ്റി ആണ്. വാലിഡിറ്റി റെഫേഴ്സ് ടു ഹൗ വെൽ ആൻ എക്സ്പെരിമെൻറ്റ് ഓർ മെഷർമെൻറ്റ് ആക്ച്വലി മെഷേഴ്സ് വാട്ട് ഇറ്റ് ഇൻറ്റൻസ് ടു മെഷർ. അതായത് നമ്മൾ വാലിഡിറ്റി എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളൊരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു മെഷർമെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നത് എന്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണോ അതിനെ പ്രോപ്പർലി മെഷർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ആക്ച്വൽ മെഷർമെൻറ്റ് നടന്നിട്ടുണ്ടെങ്കിലാണ് ഇതിനെ നമ്മൾ വാലിഡായിട്ട് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ഇൻറ്റേർണൽ വാലിഡിറ്റി, എക്സ്റ്റേണൽ വാലിഡിറ്റി, ഫേസ്, അതേപോലെ സ്പെസിഫിക് ടൈപ്പിൽ വരുന്നതാണ് ഫേസ് വാലിഡിറ്റി, കൺസ്ട്രക്ട് വാലിഡിറ്റി, പ്രഡിക്റ്റീവ് വാലിഡിറ്റി. ഇപ്പം വാലിഡിറ്റി എന്താ, മെഷർമെൻറ്റ് എന്താണെന്നുള്ളൊരു സിമ്പിൾ ക്വസ്റ്റ്യൻസ് 2 മാർക്സിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. വാട്ട് ഈസ് വാലിഡിറ്റി ആൻഡ് വാട്ട് ഈസ് മെഷർമെൻറ്റ്.
അപ്പോൾ ഇതിൻ്റെ ടൈപ്സ് കൊടുത്തിട്ടുണ്ട്, കൺകറൻറ്റ് വാലിഡിറ്റി, കൺവേർജൻറ്റ് വാലിഡിറ്റി ആൻഡ് ഡിസ്ക്രിമിനൻറ്റ് വാലിഡിറ്റി. അതിൻ്റെ പ്രോപ്പർ സിമ്പിൾ എക്സാമ്പിൾസും അതിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ പ്രോപ്പറായിട്ടൊന്ന് വായിച്ച് നോക്കുക. അപ്പം ഇത്രയാണ് നമ്മുടെ സെക്കൻഡ് മൊഡ്യൂൾ ഓഫ് BRMൽ ബിസിനസ് റിസർച്ച് മെത്തേഡ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്താണ് റിസർച്ച് ഡിസൈൻ, അതിൻ്റെ നീഡ്സ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്. ഇനി റിസർച്ച് എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഡിസൈൻ, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഡിസൈൻ, കോശൽ ഓർ എക്സ്പെരിമെൻ്റൽ റിസർച്ച് ഡിസൈൻ, ഇതിൻ്റെ ഫീച്ചേഴ്സ്, ഇതിൻ്റെ മെത്തേഡ്സ്. ഇത്രയാണ് ഈ ഒരു മൊഡ്യൂളിൽ വരുന്നത്. അപ്പം ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.